അറിയോ? ഹലോ. കോഫി ഓബിയസ്ലി. 2 minutes. താങ്ക് യു. നീ കണ്ടോ, ആദ്യമായിട്ട് ഇവിടേക്ക് വന്നപ്പോ ഒരു മനുഷ്യനോട് അഡ്രസ് പോലും ചോദിക്കാതെ ഇവിടെ എത്തിയത് കണ്ടില്ലേ? വാവ്, നിന്റെ ഉറക്കം ഞാൻ ശല്യം ചെയ്തു അല്ലേ? കൊള്ളാലോ. എങ്ങനെ കണ്ടുപിടിച്ചു? ഫേസ് റീഡിംഗ് എനിക്ക് വശമുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാകും. വാട്ട് എ വാവ്, പ്രൗഡ് ഓഫ് യു. ഐ ഹാവ് എ ഗുഡ് ന്യൂസ്. ഓ റിയലി? എന്താ അത്? സോ 1 week ബാക്ക്. 1 second, നീ ആ കയ്യിൽ എന്താ വെച്ചിരുന്ന? ഞാൻ മറന്നുപോയി. എന്റെ സന്തോഷം നിന്റെ കൂടെ പങ്കിടാമെന്ന് വിചാരിച്ചു. 21-year-old whiskey exclusively for you. And yeah, I am getting married. ഓ, അപ്പൊ ഈ ഇടയില് കല്യാണം ക്ഷണിക്കുന്നത് കല്യാണ ഇൻവിറ്റേഷൻ കൊണ്ടല്ലേ? No, no. This is for you. നിനക്കിത് ഇഷ്ടല്ലേ? 2 അടിച്ച് കിടന്നുറങ്ങുന്നേ. What happened? ഏയ്, എന്താ പറ്റി? ഓ മാറി നിക്ക്, get lost. നിനക്ക് എന്താ മായി പറ്റിയത്? എനിക്ക് വെള്ളം അടിക്കുന്നതാണോ അത്രയ്ക്ക് ഇഷ്ടമെന്ന് വിചാരിച്ചോ? വന്നപ്പോ അതിന്റെ കൂടെ 5-6 പാക്കറ്റ് സിഗരറ്റും കൊണ്ടുവരായിരുന്നില്ലേ? ഇന്ന് രാത്രി തന്നെ എല്ലാം ഞാൻ അങ്ങ് തീർത്തേനെ. I'm sorry. രാത്രി മുഴുവൻ ഒരു മുറിയിലിരുന്ന് സിഗരറ്റ് വലിച്ചാൽ സിനിമയിൽ വരുന്ന പോലെ ഒരു റിയലൈസേഷനും വരാൻ പോകുന്നില്ല. ആംബുലൻസ് വരും, അതോടെ എല്ലാം കഴിയും. മായ, നീ എന്തൊക്കെയാ പറയുന്നേ? Just stop. Just get lost from here. ആദ്യം നിന്റെ പ്രോബ്ലം എന്താണെന്ന് തെളിച്ചു പറഞ്ഞൂടെ? I love you, man. I love you. Why the hell should I celebrate if you're getting married? മായ, I thought it's just infatuation. അത് നിനക്ക്, എനിക്കല്ല. I never moved out. നീ ഇതുവരെ US-ൽ നിന്ന് വന്നില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് നിന്നെ കണ്ടപ്പോ ഷോക്കായി പോയി. 14 ലവ് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട് ഞാൻ ഇതുവരെ. അതിൽ ഓരോ ലവേഴ്സിനെ കാണുമ്പോഴും I imagine you and me. അതിൽ ഓരോ ലീഡ് ക്യാരക്ടറിന്റെ പേരും രാജ് അല്ലെങ്കിൽ കുമാർ ആയിരിക്കും. അത് എന്തെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിലല്ലേ നീ അതൊക്കെ അറിയാം. കൂൾ മായ, കൂൾ. ഒച്ച വെക്കാതെ. അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ അറിയും. എന്താ പറഞ്ഞ? ഇപ്പോഴും അടുത്ത വീട്ടുകാരെ കുറിച്ചാണോ നീ ആലോചിക്കുന്നത്? You never cared for me. I am extremely sorry, Maya. വന്നേ. സാരമില്ല, നീ അതൊക്കെ കള. പെട്ടെന്ന് എമോഷണലായി എന്തൊക്കെയോ ഞാൻ വിളിച്ചു പറഞ്ഞു. ഹേയ്, നൈസ് കാർഡ്, ഗിവ് ഇറ്റ് ടു മീ. വരാൻ പോയിക്കോ. അല്ല മായ, അത് നീ. സത്യോടാ, പോയിക്കോ. ഞാൻ വരാന്ന് പറഞ്ഞല്ലോ. ഓക്കെ. ആ ബോട്ടിൽ എടുത്തോണ്ട് പോ. ഇന്ന് തൊട്ട് ഞാൻ സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഒക്കെ നിർത്താൻ പോവാ. അതെന്താ മായ അങ്ങനെ ഒരു തീരുമാനം? നിനക്കെന്താ? ലവ് ഫെയിലിയർ ആണെങ്കിൽ സിംബോളിക് ആയിട്ട് താടി വളർത്തിക്കൊണ്ട് നടക്കും. ഐ എം എ ബ്ലഡി റൈറ്റർ, ഓക്കെ? പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? അതുകൊണ്ടാ. പോ, ഇത് കൊണ്ടുപോയി കള. വിഷ് യു മാരീഡ് ലൈഫ്. ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവില്ല. എന്നാ പോയിക്കോ. ശരി, ഓക്കെ. സായിക്ക് ഫോൺ ചെയ്ത് ജഡ്ജി ആരാ വരുന്നതെന്ന് ചോദിച്ചേ. എന്നാ സാറേ, സാറ് വസിഷ്ഠനെ കുറിച്ച് പറയാറില്ലേ, അത് അങ്ങേരാണോ സാറേ? അയാള് തന്നെ. എല്ലാ വക്കീലുമേ ഓപ്പോസിറ്റ് ഉള്ളവരോട് വാദിക്കും. ഇയാള് അവരെ വിഷമിപ്പിക്കും. അഹങ്കാരത്തോടെ കളിയാക്കി വാദിച്ച് അവരെ നാണം കെടുത്തി കളയും. 2 ലേഡി വക്കീല് ജഡ്ജിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞെന്നേ. ഓ അങ്ങനെയാ? ഇയാള് വാ തുറന്നാ പിന്നെ ജഡ്ജി ഒരു അക്ഷരം പോലും മിണ്ടില്ല. എല്ലാരും സ്നേഹത്തോടെ കൊമ്പനെന്നാ വിളിക്കാറുള്ളത്. സാറേ,
അങ്ങനെയാണെങ്കിൽ അയാൾ വാദിക്കുന്നതേ ഞാൻ അകത്ത് പോയി കണ്ടിട്ട് വരട്ടെ സാറേ. അതിന്റെ ആവശ്യമില്ല. അയാൾ അവിടെ വാദിക്കാൻ തുടങ്ങിയ ഇവിടെ നല്ലവണ്ണം കേൾക്കാം. അതെങ്ങനെയാ സാറേ? കൊമ്പനാനെന്ന് വിളിക്കുന്നതേ ആൾക്കാര് രൂപം കണ്ടിട്ട് വിളിക്കുന്നതല്ല, ശബ്ദം കൊണ്ട് വിളിക്കുന്നതാ. നീ റോഡിന്റെ അപ്പുറത്ത് പോയി നിന്നാലും നിനക്ക് കേക്കാം. ആ ഓഹോ, കൊള്ളാലോ. ഹാപ്പി ആനിവേഴ്സറി. അല്ല, നീ എന്താടി ഇവിടെ? ഇതെന്താ അടുത്ത കേസ് കേട്ട്? ഇന്ന് 50ാമത്തെ കേസല്ലേ? നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ കൈയടിക്കാൻ കരുതി വന്നതാ. അറിയാടി, നിന്നെ കൊണ്ട് കള്ളം പറയാൻ പറ്റുന്ന തോന്നുന്നുണ്ടേടി. അത് നടക്കില്ല. നീ ഉള്ളത് പറമോളെ. ഞാൻ വന്നില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോ നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരം പറയും. അതുകൊണ്ടേ ഇവിടെ നിന്ന് നിങ്ങളെ കയ്യോണ്ട് പിടിച്ചോണ്ട് പോകാൻ വന്നതാ ഞാൻ. കല്യാണ ദിവസമായിട്ട് ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല. അതുകൊണ്ടാ ഈ ആഹാരം കൂടെ കൊണ്ടുവന്ന. എന്റെ അമ്മോ, വലിയ പ്ലാനോടെയാണല്ലോ എത്തിയിരിക്കുന്നത്. അതിരിക്കട്ടെ, നമ്മുടെ കല്യാണത്തിന് എന്റെ ഒരു ഫ്രണ്ട് ഗംഗാധർ വന്നില്ലേ, US പോയെ? അയാളുടെ മകന്റെ കേസ് ഡീൽ ചെയ്യാൻ പോകുന്നേ. ഓ, എന്താ, എന്തു പറ്റി? ഡോക്ടർ സാർ, എന്റെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എന്താ കൊടുക്കാഞ്ഞത്? എന്താടാ? അത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചെറുപ്പമായിട്ട് തോന്നിയേനെ. ബാഡ് ബെഡ് ബാബാ. പകുതി പേര് പോലും കഴിച്ചിട്ടില്ല. അതിനുള്ളിൽ ഗോതമ്പലുവ വേറെ എവിടെ എന്താ ഉള്ളത്? ഒന്നും കൊള്ളില്ല. ദേ കൊച്ചനെ, നിന്റെ കൂട്ടുകാരന് പാചകം ചെയ്യാൻ അറിയാവോ? അയ്യോ, അവൻ വെള്ളം തിളപ്പിക്കുന്നത് തന്നെ വലിയ കാര്യം. അയ്യോ എന്റെ അമ്മോ, വലിയ പാചകക്കാരനല്ലേ. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ കല്യാണം കഴിഞ്ഞോ? എന്റെ കല്യാണത്തെ പറ്റി എന്തിനാ ചോദിക്കുന്നേ? അതിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാലേ അതൊരു വലിയ വെബ് സീരീസ് ആക്കാം. ഓഹോ, ആഹാ, ഇതെന്താ ഈ കൈ കൊണ്ട് കഴിക്കുന്ന? വേണ്ട വേണ്ട, ആ കൈ കൊണ്ട് കഴിക്കാൻ പാടില്ല. വേണ്ട വേണ്ട, കള. ആരെങ്കിലും ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുവോ വെച്ചേ? അയ്യോ, ഇതെന്താ ചോറിന് കറിയില്ലാതെ കഴിക്കുന്നേ? ഈ വയസ്സിന് തക്ക ഭക്ഷണം വേണ്ട കഴിക്കാൻ. അതെ, ആ പരിപ്പ് കറി ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇങ്ങ് വാ, ദേ ഇവിടെ ഒഴിക്കേ. ഈ പ്രായത്തിൽ എങ്ങനെ കഴിക്കണമെന്ന് അറിയാവോ? ദേ നല്ലോണം പരിപ്പ് കറി ചേർത്ത് ഇങ്ങനെ ഇളക്കി ദേ ഇങ്ങോട്ട് ഒഴിക്കേ. കുറച്ചുകൂടെ ഒഴിക്കേ. ദേ നോക്ക്, നല്ല ചൂട് പരിപ്പ് കറി ഇങ്ങനെ നല്ല ഇളക്കിയിട്ട് ദേ ഇങ്ങനെ വാരി കഴിക്കണം. വാ തുറന്നേ, വാ. ഈ പ്രായത്തിൽ ഇങ്ങനെ വേണം കഴിക്കാൻ കേട്ടോ. അച്ചാറും കൂടി തരട്ടെ? ഈ കല്യാണത്തിന് ഇഷ്ടമില്ലാത്ത 2 പേര് ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഇരിക്കും.